ഒറ്റ മിനിറ്റിൽ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോഴും എനിക്ക് ഒറ്റമൂലി ഡോക്ടർ എന്നൊന്നും പേരിട്ട് കളയരുത് കേട്ടോ. ഞാനിങ്ങനെ ഈ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങ് അറിയാതെ ഒറ്റമൂലി എന്ന് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വലിയതായിട്ടങ്ങ് എന്താ പറയുക, ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ പലപ്പോഴും പല ഡോക്ടേഴ്സും പറയുന്ന കേൾക്കുന്നുണ്ടായിരിക്കും, ഹൈപ്പോ അസിഡിറ്റി ആൻഡ് ഹൈപ്പർ അസിഡിറ്റി. നമ്മുടെ വയറിനകത്തുള്ള രണ്ട് പ്രശ്നങ്ങളാണത്. വയറിനകത്തുള്ള ആസിഡ് കുറയുന്ന ഒരവസ്ഥയാണ്. അതായത് നമുക്ക് സ്റ്റൊമക്ക് ആസിഡ് ഇല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമുക്ക് ദഹനത്തിന് നമ്മളെ സഹായിക്കുന്നത്. എന്ത് കഴിച്ചാലും അത് പെട്ടെന്ന് ദഹിച്ചു പോകുന്ന അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം വെട്ടി വിഴുങ്ങുന്നുണ്ട് ദിവസവും, മട്ടണും ചിക്കനും ഒക്കെ തന്നെയും കഴിക്കുന്നവർ അതൊക്കെ ദഹിച്ചു പോകുന്നില്ലേ. അപ്പോൾ അത് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളുടെ ആമാശയത്തിൽ എല്ലാ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ആസിഡ് ഹൈപ്പർ. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് ചില കണ്ടീഷൻസിൽ വരുമ്പോഴാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും. അത് തന്നെയാണ് അത് ആ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് നിന്നും അത് മുകളിലേക്ക് തള്ളി വരും, അതായത് ഈസോഫാഗസിലോട്ട് വരും. ഈസോഫാഗസിലോട്ട് വരുമ്പോഴാണ് റിഫ്ലക്സ് ഈസോഫാജൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. പുളിച്ച തേട്ടലും എപ്പോഴും ഏമ്പക്കം വരിക, ഭയങ്കരമായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വേറൊന്ന് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. ഇത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആസിഡ് അങ്ങ് കുറയും. അത് എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലവിധ നമ്മളുടെ ഈ ആഹാര സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല ബാക്ടീരിയ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരവസ്ഥയാണ് ഈ ഹൈപ്പോ അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും ഒക്കെ തന്നെ. കാരണം ഹൈപ്പർ അസിഡിറ്റിയിൽ ഈ ബാഡ് ബാക്ടീരിയ ഭയങ്കരമായിട്ട് പ്രോളിഫറേറ്റ് ചെയ്യും. ബാഡ് ബാക്ടീരിയ പിന്നെ എച്ച് പൈലോറി എന്നൊക്കെ പറഞ്ഞിട്ട് എൻഡോസ്കോപ്പി ചെയ്തിട്ട് ആ ജ്യൂസ് എടുത്ത് പരിശോധിക്കുമ്പോൾ എച്ച് പൈലോറി കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു എച്ച് പൈലോറി വളരെ കൂടുതൽ പ്രോളിഫറേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ അസിഡിറ്റിയിലാണ്. എങ്കിൽ ബാഡ് ബാക്ടീരിയ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നല്ല ബാക്ടീരിയ നഷ്ടപ്പെട്ടു പോകും ഹൈപ്പോ അസിഡിറ്റിയിൽ. ഹൈപ്പോ അസിഡിറ്റിയിൽ ഈ ആസിഡ് തീരെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ നല്ല ബാക്ടീരിയ ഇരിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ഏരിയയിലാണ്, നമ്മുടെ കുടലിൻ്റെ ഭാഗങ്ങളിലാണ്. അപ്പോൾ അതും കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത് തമ്മിലുള്ളൊരു ബാലൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല ബാക്ടീരിയ നമ്മുടെ വയറിനകത്തില്ല എങ്കിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. തലച്ചോറ് മുതൽ പാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും നേരെ നടക്കണമെങ്കിൽ നമ്മുടെ നല്ല ബാക്ടീരിയ നന്നായിട്ട് അവിടെ പ്രവർത്തിക്കണം. നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ്, എത്ര സെല്ലുണ്ട് നമ്മുടെ ശരീരത്തിൽ, ഏകദേശം 100 ട്രില്യൺ സെൽസ്, 100 ദശലക്ഷം കോടി കോശങ്ങളുണ്ട് ശരീരത്തിൽ. അപ്പോൾ ഈ കോശങ്ങളെക്കാൾ 10 ഇരട്ടി നമുക്ക് ഈ പറയുന്ന നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഭാഗങ്ങളിലായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആമാശയത്തിൻ്റെ താഴെ ഭാഗത്തായ കുടലിനാണ്. അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നല്ല ആരോഗ്യം തോന്നുന്നത്, നല്ല സന്തോഷം തോന്നുന്നത്, നല്ല ഉണർവ് തോന്നുന്നത്, ഉറക്കം നന്നായിട്ടുണ്ടാവുന്നത്, എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നത്, അതെല്ലാം എനർജറ്റിക് ആവുന്നത്. ഇതെല്ലാം തന്നെ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഈ നല്ല ബാക്ടീരിയ. അപ്പം നല്ല ബാക്ടീരിയ നന്നായിട്ട് വളർത്തിയെടുക്കുകയും അതുപോലെ തന്നെ അതിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ നമ്മുടെ വായ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, എന്നിട്ട് നമുക്ക് തോന്നിയ പോലെ നടക്കുക, ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അത് ശരിയല്ല. അപ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയ നന്നായിട്ട് നമ്മൾ ബഹുമാനിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? എളുപ്പമുള്ള കുറേ മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഫെർമെൻറ്റഡ് പിക്കിൾസ്, ഫെർമെൻറ്റഡ് വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ പറയത്തില്ലേ. അതോടൊപ്പം പച്ചക്കറികൾക്കകത്തുള്ള നിറയെ ഫൈബർ, നാരുകളാണ്. അതുകൊണ്ട് നല്ല ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസും ഒക്കെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ കടലപ്പയർ, ഇവയ്ക്കകത്തൊക്കെ നല്ല നാരുകളുണ്ട്. നാരുകൾ കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക ഏറ്റവും പ്രധാനമാണ്. പിന്നെ മറ്റുള്ള പല കാര്യങ്ങളും അതിനോടൊപ്പം നന്നായിട്ട് ഉറങ്ങുക, ഇങ്ങനെയുള്ള, അതുപോലെ മനസ്സ് സമാധാനമായിട്ടിരിക്കുക, ടെൻഷൻ വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ ഈ നല്ല ബാക്ടീരിയ പ്രോളിഫറേറ്റ് ചെയ്ത് വരുള്ളൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ബാലൻസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി ആൻഡ് ഹൈപ്പോ അസിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാനുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തത്. ഈ ഡ്രിങ്ക് കൊണ്ട് ശരീരത്തിനകത്തുള്ള ഈ കൊഴുപ്പിനെ കുറയ്ക്കുക മാത്രമല്ല, ഈ കാര്യങ്ങളും ഈ ബാലൻസ് ചെയ്യാൻ പറ്റും.
ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റിയും ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഇൻഗ്രീഡിയൻ്റാണ് ഇന്നത്തതിൽ പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് ആപ്പിൾ സിഡർ വിനിഗർ. ഞാൻ എപ്പോഴും പറയും ആപ്പിൾ സിഡർ വിനിഗർ ഹൈപ്പോ അസിഡിറ്റി കറക്റ്റ് ചെയ്യും. ആപ്പിൾ സിഡർ വിനിഗർ അല്ലേ, അത് അസിഡിക് ആണ്. അപ്പോൾ ഹൈപ്പോ ആയിട്ടുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ബോട്ടിൽ കിട്ടും. ഇത് ഒത്തിരി വിലയൊന്നുമില്ല, എങ്കിലും ഒരു 250 വില, 250 രൂപയൊക്കെ ഒരു 500 ml വരും. ആപ്പിളിൻ്റെ അകത്തു നിന്ന് എടുക്കുന്ന ഒരു തരം വിനിഗർ. ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചയാകുമ്പോൾ ഇത് അരിച്ചെടുക്കുന്നതാണ്. ആപ്പിളിനകത്തു നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. അതാണ് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത്. ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ് ഇത്. നമ്മളുടെ ശരിക്കും ബാക്ടീരിയയ്ക്കും വളരെ നല്ലതാണ്. പിന്നെയുള്ളത് പ്രധാനമായിട്ടുള്ളത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്താണ്? ശരിക്ക് ആൽക്കലൈനാണ്. സോഡ ബൈകാർബ് എന്ന് പറയത്തില്ല, സോഡിയം ബൈകാർബണേറ്റ്, അത് ആൽക്കലൈനാണ്. അപ്പോൾ ഈ ആസിഡിറ്റി കൂടുതലുള്ളതിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ആസിഡിറ്റി കുറവുള്ളതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ആപ്പിൾ സിഡർ വിനിഗറും, ആസിഡിറ്റി കൂടുതലുള്ളതിനെ കറക്റ്റ് ചെയ്യാനാണ് ആൽക്കലൈനായിട്ടുള്ള സോഡ ബൈകാർബ്. ഇത് രണ്ടും കൂടെ ഉള്ളൊരു ജ്യൂസാണ്. വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരും അമിതവണ്ണമുള്ളവരും കുടവയറുള്ളവരും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഉള്ളതല്ല. അതുകൊണ്ട് വേറെ തകരാറൊന്നും വരത്തില്ല. പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഒരു അനുപാതം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഞാനിപ്പോൾ പറയുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഇതിനോടൊപ്പം ഞാനൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയുടെ നീരെടുത്തിട്ടുണ്ട്. കൊഴുപ്പിനെ അലിയിച്ച് കളയാനാണല്ലോ ഇഞ്ചിയുടെ നീര്, വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് ലേശം നിങ്ങളുടെ ഇഷ്ടം പോലെ കുരുമുളക് പൊടി. പിന്നെ ഇത് ആപ്പിൾ സിഡർ വിനിഗറാണ്. ഇത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് ചിയാ സീഡ് വെള്ളത്തിൽ അലിച്ചെടുത്തത്. ചിയാ സീഡ് ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഒരു 20-30 ml വെള്ളത്തിൽ അലിച്ച് വെച്ചതാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഡ്രിങ്കിന് ആവശ്യമായത്. അതുപോലെ വെള്ളവും വേണം ആവശ്യത്തിന്. ഓക്കെ, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആപ്പിൾ സിഡർ വിനിഗർ ഒഴിക്കാം. ഇതൊരു 10 ml ഉണ്ട്. ഇഞ്ചി നീര് ചേർക്കാം. ഒരു 10 ml ഇഞ്ചി നീര് ചേർത്തു. ഈ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് വേണ്ട. 1/4 ടീസ്പൂൺ മതി. ഇപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 10 ml ആപ്പിൾ സിഡർ വിനിഗർ, 10 ml ഇഞ്ചി നീര്, പിന്നെ ഉള്ളത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വെള്ളം ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഏകദേശം 150 ml വെള്ളം എടുക്കാം. ഇതിലേക്ക് ഇളക്കിയിട്ട് ചിയാ സീഡ് ചേർക്കാം. എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് തയ്യാറാക്കാൻ 1 മിനിറ്റ് മതി എന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഒട്ടും അതിശയോക്തിയല്ല. ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. കണ്ടോ, 1 മിനിറ്റ് എടുത്തിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കൂ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ കുടിക്കാൻ നല്ല സുഖകരമായ ഒരു ഡ്രിങ്ക് എന്ന് പറയാം. നല്ല വയറിനൊക്കെ നല്ല സുഖമാകും ഇത് കുടിച്ചാൽ. പലപ്പോഴും ഈ ഏമ്പക്കവും ഗ്യാസും വയറുപെരുക്കവും ഒക്കെ പറയുന്നല്ലോ ആൾക്കാർ ഓരോരുത്തർ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഈ ഡ്രിങ്കിന് വളരെയധികം കഴിവുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അനുപാതം ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, ആപ്പിൾ സിഡർ വിനിഗർ ശരിക്കും കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന ഒരു ആസിഡ് തന്നെയാണ്. അതോടൊപ്പം ഈ പറയുന്ന ദഹനം ശരിയാക്കാനും അത് സഹായിക്കും. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെയാണ്, ഡൈജസ്റ്റബിലിറ്റി നന്നായിട്ട് കൂട്ടും. പിന്നെ എപ്പോഴും ഒരു ഫില്ലിങ് എഫക്റ്റ്. ഇപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അധികം കലോറി ഉള്ളിലേക്ക് ചെല്ലരുത് എന്നുള്ളതാണ്. ഭക്ഷണം കൂടുതൽ പിന്നെ കഴിക്കരുന്നത് ശരിയല്ല. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ഫില്ലായി നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ആ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പ് അലിഞ്ഞ് മെറ്റബോളിസത്തിന് വേണ്ടി എടുക്കുമ്പം തീർച്ചയായും നമുക്ക്
വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ. പിന്നെ നേരത്തെ ഈ ബേക്കിംഗ് സോഡ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൈക്രോഫ്ലോറയ്ക്ക് അത്യാവശ്യമായ ഒരു മീഡിയം ആ ഭാഗത്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ സിഡർ വിനിഗറും, ഇത് രണ്ടും ഈ കോമ്പിനേഷനാണ് ഏറ്റവും പ്രധാനം. ആ ഒരു രീതിയിലേക്ക് അതുപോലെ ഇഞ്ചി നീരും വളരെ എഫക്റ്റീവാണ്. വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ല ഒരു സൂതനിങ് ആക്ഷൻ കിട്ടുകയും അതുപോലെ തന്നെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഏറെ സഹായിക്കുന്നതുമാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, ഇഞ്ചി നീരിനകത്തുള്ളത്. പിന്നെ ചിയാ സീഡ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. പ്രോട്ടീൻ ഉണ്ട് അതിനകത്ത്, നിറയെ നാരുകളുണ്ട്, അതോടൊപ്പം നിറയെ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ശരിക്കൊരു ഫുൾ മീല് പോലെയാണ് ചിയാ സീഡ്. അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് വയറിനകത്ത് ചെന്ന് വീണ്ടും വീർത്ത് കഴിയുമ്പോൾ അതിന് വിശപ്പ് തീരെ കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം മലശോധനയ്ക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐഡിയൽ കോമ്പിനേഷനാണ്. വിതിൻ എ മാറ്റർ ഓഫ് മിനിറ്റ്, ഒറ്റ മിനിറ്റിൽ നമുക്ക് ഒരു നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കി പെട്ടെന്ന് കുടിക്കാൻ ഒരു പ്രയാസവുമില്ല. ഏത് മനുഷ്യർക്കും തയ്യാറാക്കി കഴിക്കാം. പിന്നെ ഒഴിവാക്കേണ്ടവരുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്, മറന്നു പോകരുത്. കിഡ്നി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇത് സൂക്ഷിച്ച് കഴിക്കണം. പക്ഷേ സോഡ ബൈകാർബ് കിഡ്നി പ്രോബ്ലംസിന് വളരെ നല്ലതാണ്. അസിഡോസ് എന്ന രീതിയിൽ ഒരു ടാബ്ലറ്റ് വരെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഗാവിസ്കോൺ, ഈ എപ്പോഴും നിങ്ങൾ പരസ്യത്തിൽ കാണാറില്ലേ ഗാവിസ്കോൺ, അതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയാമോ? സോഡ ബൈകാർബാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം തന്നെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ അറിയിക്കട്ടെ. ഞാൻ ഏപ്രിൽ 14 എറണാകുളത്ത് വൈറ്റില ജംഗ്ഷനിൽ ഒരു ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ ഉണ്ട്, ഒരേ ഒരു ദിവസം. അപ്പോൾ അന്ന് രാവിലെ ഒരു 9:30-10 മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. ആ ദിവസങ്ങളിൽ ഇൻ ആൻഡ് അറൗണ്ട് അവിടെ എറണാകുളം, തൃശ്ശൂർ അവിടെയൊക്കെ ഉള്ളവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. കൺസൾട്ടേഷന് ടൈം തരാം. എൻ്റെ ഫോൺ നമ്പർ മുകളിൽ എഴുതി കാണിക്കുന്നതിൽ വിളിച്ചാൽ മാത്രം മതി. ഞാൻ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൺവേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യവും മറക്കണ്ട, നിങ്ങളെല്ലാവരും നോക്കുക. പിന്നെ എൻ്റെ പുസ്തകം ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും, ആഹാരം തന്നെ പ്രതിവിധി. നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ആൾക്കാരുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്. അപ്പോൾ അതും നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. അവിടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണാം.